ഹായ് എവരി വൺ, ആൽഗോസെയിലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ക്യൂ എന്ന് പറഞ്ഞ ഡാറ്റ സ്ട്രക്ചർ ആയിരിക്കും കാണുക. ക്യൂ ഈസ് എ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. അറയൊക്കെ പോലെ ക്യൂവും ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ്. ഫോളോസ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രിൻസിപ്പിൾ. ആദ്യമേ ഇൻസേർട്ട് ചെയ്ത എലമെൻറ്റിനെ ആയിരിക്കും നമ്മൾ ഫസ്റ്റ് റിമൂവ് ചെയ്യുക. ഇൻസെർഷൻ ക്യാൻ ടേക്ക് പ്ലേസ് ഫ്രം റിയർ എൻഡ്. ഇൻസെർഷൻ ബാക്ക് സൈഡിൽ നിന്നായിരിക്കും സംഭവിക്കുക. ഡിലീഷൻ ക്യാൻ ടേക്ക് പ്ലേസ് ഫ്രം ഫ്രണ്ട് എൻഡ്. ഡിലീഷൻ ഫ്രണ്ടിൽ നിന്നായിരിക്കും സംഭവിക്കുക. ക്യൂവിനെ നമ്മൾ നോർമലി ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാറ്. നമുക്കൊരു 3 എലമെൻസിനെ ക്യൂവിലോട്ട് ഇൻസേർട്ട് ചെയ്യാം. ഇൻസെർഷൻ സംഭവിക്കുക ഈ ഒരു സൈഡിൽ നിന്നായിരിക്കും. ക്യൂവിലോട്ട് നമുക്ക് 2 എന്ന് പറഞ്ഞ ഒരു എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് 4 എന്ന് പറഞ്ഞ മറ്റൊരു എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യാം. പിന്നെ 5 എന്ന് പറഞ്ഞ് വേറൊരു എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യാം. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇൻസെർഷൻ എല്ലാം സംഭവിച്ചത് ഈ സൈഡിൽ നിന്നാണ്. ഇതിനെ റിയർ എൻഡ് എന്ന് പറയും, ബാക്ക് സൈഡിൽ നിന്ന്. ഡിലീഷൻ എവിടെ നിന്നായിരിക്കും നടക്കുക? ഫ്രണ്ടിൽ നിന്നായിരിക്കും. ആദ്യമേ നമ്മൾ 2നെ ഡിലീറ്റ് ചെയ്യും, പിന്നെ 4നെ ഡിലീറ്റ് ചെയ്യും, പിന്നെ ആയിരിക്കും നമ്മൾ 5നെ ഡിലീറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് ക്യൂവിലെ ഡിലീഷൻ നടക്കുക. ഇൻസെർഷൻ ബാക്ക് സൈഡിൽ നിന്നും ഡിലീഷൻ ഫ്രണ്ട് സൈഡിൽ നിന്നും. അതുകൊണ്ട് ക്യൂ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രിൻസിപ്പിളാണ് ഫോളോ ചെയ്യുന്നതെന്ന് നമുക്ക് പറയാം. ക്യൂവിൻ്റെ ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ടിക്കറ്റ് കൗണ്ടറിൽ ആളുകൾ ക്യൂ നിൽക്കുകയാണ്. അന്നേരം ഫ്രണ്ടിൽ നിന്നല്ലേ ആളുകൾ ടിക്കറ്റ് മേടിച്ചിട്ട് മാറുക. ഇതാണ് ക്യൂവിന് പറ്റിയ ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾ. ക്യൂവിൽ മെയിൻലി 4 ഓപ്പറേഷൻസാണ് ഉള്ളത്. എൻ ക്യൂ എലമെൻറ്റ്, ഡി ക്യൂ, പീക്ക് ഫസ്റ്റ്, പീക്ക് ലാസ്റ്റ്. എൻ ക്യൂ എലമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എൻ ക്യൂ 2 എന്ന് പറഞ്ഞാൽ നെ നമ്മൾ ക്യൂവിലോട്ട് ഇൻസേർട്ട് ചെയ്യും. എൻ ക്യൂ 4 എന്ന് പറഞ്ഞാലോ നമ്മൾ 4നെ ക്യൂവിലോട്ട് ഇൻസേർട്ട് ചെയ്യും. എൻ ക്യൂ 6 എന്ന് പറഞ്ഞാൽ നമ്മൾ 6നെ ക്യൂവിലോട്ട് ഇൻസേർട്ട് ചെയ്യും. ഡി ക്യൂ ഉപയോഗിച്ചായിരിക്കും ക്യൂവിൽ നിന്ന് നമ്മൾ എലമെൻസിനെ റിമൂവ് ചെയ്യാം. ഡി ക്യൂ എന്ന് പറഞ്ഞു കഴിയുമ്പം ആദ്യത്തെ എലമെൻറ്റിനെ റിമൂവ് ചെയ്യും, എന്നിട്ട് അതിനെ റിട്ടേൺ ചെയ്യും. ഇവിടെ ആദ്യമേ ഉണ്ടായിരുന്ന എലമെൻറ്റ് 2 ആണ്, അതിനെ റിട്ടേൺ ചെയ്തു. പീക്ക് ഫസ്റ്റ് ഈ ക്യൂവിൻ്റെ ഫ്രണ്ടിലുള്ള എലമെൻറ്റ് ഏതാണെന്ന് പറഞ്ഞു തരും. അതിനെ റിമൂവ് ചെയ്യില്ല, ജസ്റ്റ് പറഞ്ഞു തരും. അത് 4 ആണ്. പീക്ക് ലാസ്റ്റ് ക്യൂവിൻ്റെ എൻഡിലുള്ള എലമെൻറ്റ് ഏതാണെന്ന് പറഞ്ഞു തരും. അത് 6 ആണ്. ക്യൂവിനെ നമ്മൾ പൈത്തണിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക ഡി ക്യൂ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചായിരിക്കും. ക്യൂ ഈക്വൽ ടു ഡി ക്യൂ. എൻ ക്യൂ എലമെൻറ്റിന് പകരം ക്യൂ ഡോട്ട് അപ്പൻഡ് എലമെൻറ്റ്. ഡി ക്യൂവിന് പകരം ക്യൂ ഡോട്ട് പോപ്പ് ലെഫ്റ്റ്. ക്യൂ ഡോട്ട് പോപ്പ് ലെഫ്റ്റ് ക്യൂവിൻ്റെ ഫ്രണ്ടിലുള്ള എലമെൻറ്റിനെ റിമൂവ് ചെയ്ത് തരും. പീക്ക് ഫസ്റ്റ് ക്യൂവിൻ്റെ ഫ്രണ്ടിലുള്ള എലമെൻറ്റ് നമുക്കറിയണം. അന്നേരം Q0 ഉപയോഗിച്ച് നമുക്ക് ക്യൂവിൻ്റെ ഫ്രണ്ടിലുള്ള എലമെൻ്റ് അറിയാം. പീക്ക് ലാസ്റ്റ് ക്യൂവിൻ്റെ ഏറ്റവും ബാക്കിലുള്ള എലമെൻ്റ് അറിയണം. അതിന് Q-1 നമുക്ക് യൂസ് ചെയ്യാം. ക്യൂ ഈക്വൽ ടു ഡി ക്യൂ. നമ്മളൊരു ക്യൂ ക്രിയേറ്റ് ചെയ്തു. ക്യൂ ഡോട്ട് അപ്പൻഡ് 1. ക്യൂവിലോട്ട് 1നെ ഇൻസേർട്ട് ചെയ്യുക. ക്യൂ ഡോട്ട് അപ്പൻഡ് 2. ക്യൂവിലോട്ട് 2നെ ഇൻസേർട്ട് ചെയ്യുക. ക്യൂ ഡോട്ട് അപ്പൻഡ് 3. ക്യൂവിലോട്ട് 3യെ ഇൻസേർട്ട് ചെയ്യുക. പ്രിൻറ്റ് ക്യൂ ഡോട്ട് പോപ്പ് ലെഫ്റ്റ്. ക്യൂവിൻ്റെ ഫ്രണ്ടിലുള്ള എലമെൻറ്റ് റിമൂവ് ചെയ്യുക. ഫ്രണ്ടിൽ 1 ആയിരുന്നു ഉണ്ടായിരുന്നത്, എന്നിട്ട് 1നെ ഡിസ്പ്ലേയിൽ പ്രിൻറ്റ് ചെയ്യുക. കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു മൊഡ്യൂളിലായിരിക്കും ഡി ക്യൂ എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ ഉണ്ടാവുക. ഫ്രം കളക്ഷൻസ് ഇമ്പോർട്ട് ഡി ക്യൂ.
അങ്ങനെയാണ് നമ്മൾ ഈ ഡി ക്യൂ ഫംഗ്ഷനെ യൂസ് ചെയ്യുക. താങ്ക് യു എവരി വൺ.